സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ദീപാവലി ആശംസകൾ. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് ലഡു ഉണ്ടാക്കാം. 2 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് കടലപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗീ, 2 കഷ്ണം നിലക്കടല മുട്ടായി, കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും, 1 കപ്പ് പഞ്ചസാര പൊടിച്ചു വെച്ചത്, ഒരു 5-6 ഏലക്കായ പൊടിച്ചു വെച്ചത്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഈ നിലക്കടല ഒന്ന് പൊടിച്ചു വയ്ക്കാം. ഫ്രഷായി പൊടിച്ചു വയ്ക്കണം. ഇത് വേണമെന്നില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് ഈ 2 പൊടികളും ഒന്ന് വറുത്ത് വയ്ക്കണം. നല്ലതുപോലെ വറുത്തെടുക്കേണ്ടതാണ്. അതിനു മുമ്പ് നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് വറുത്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗീ മതിയാവും. കൂടുതൽ വേണ്ടവർക്ക് എടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത് വയ്ക്കാം. ഗീ ചൂടാകുമ്പോൾ ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് നല്ലതുപോലെ ആയ ശേഷം മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാവുന്നതാണ്. അത് അവരവർക്ക് എത്രയാണ് വേണ്ടത് എങ്കിൽ അത്ര എടുക്കാം. ഇനി മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അതുപോലെ മധുരവും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് പൊടികളൊന്ന് വറുത്തെടുക്കാം. നല്ലതുപോലെ വറുത്തെടുക്കണം. ആയി വരുമ്പോൾ നല്ല മണമുണ്ടാവും. ഇത് നിങ്ങൾക്ക് കടലപ്പൊടി ഇടണമെന്നില്ല, വെറും ഗോതമ്പ് പൊടി വെച്ചും ഉണ്ടാക്കാവുന്നതാണ്. നെയ്യിൽ പൊടി മൂത്ത് വരുമ്പോൾ നല്ല മണമുണ്ടാകും. ഇനി ഇതിലേക്ക് ഇത് ക്രഷായി പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കാം.
ഇനി ഈ പഞ്ചസാര പൊടിച്ചതും ഇട്ട് കൊടുക്കാം. ഇനി ഈ പഞ്ചസാര ഒന്ന് ഉരുകി വരുമ്പോൾ ഓഫാക്കി ഒന്ന് തണുത്ത് വരുമ്പോൾ ഉരുട്ടിയെടുക്കാം. ഇത് റെഡിയായി. ഈ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കൈപൊള്ളാതെ നല്ല ചൂടിൽ തന്നെ ഉരുട്ടിയെടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഉരുട്ടാൻ പറ്റില്ല. ഇത് എത്ര ദിവസം വേണമെങ്കിലും എടുത്തു വെക്കാം, ചീത്തയാവില്ല. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.